2 ദിവസം മുമ്പ് ഒരു ഉസ്താദിനെ അസഭ്യം പറയുന്നതും കൈകൊണ്ട് പ്രയോഗിക്കുന്നതുമൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ചില ആളുകളൊക്കെ അഭിമാനപൂർവ്വം ഇങ്ങനെ പറയുന്നത് കേൾക്കാം: ഞാൻ പൊളിച്ചത് തന്നെ പറഞ്ഞു, നന്നായി പറഞ്ഞു, അവൻ എന്തെങ്കിലും ഒന്ന് മുണ്ടി കിട്ടാൻ വേണ്ടിയായിരുന്നു ഞാൻ പറഞ്ഞത്, പക്ഷേ അവൻ ഒരക്ഷരം മുണ്ടിയില്ല, ഞാൻ പറഞ്ഞത് തീർത്തു അവൻ കേട്ടു, അവൻ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ 2 കൊടുക്കുമായിരുന്നു എന്നൊക്കെ അഭിമാനത്തിൻ്റെ സ്വരത്തിലാണ് അവരിത് പറയാറ്. പക്ഷേ ആ പറഞ്ഞതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? സത്യത്തിൽ ആ പറഞ്ഞത് ഞാനൊരു പക്കാ മുനാഫിക്കാണ് എന്നാ, ഞാനൊരു മുഅ്മിനല്ല, ഞാൻ സാക്ഷാൽ മുനാഫിക്കാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ ആകത്തുക. കാരണം മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് കാണാൻ കഴിയും: ആയത്തുൽ മുനാഫിഖി സലാസ, മുനാഫിക്കിൻ്റെ അടയാളം, അവൻ്റെ ലക്ഷണം 3 അതിൽപ്പെട്ട ഒന്നാണ് ഇദാ ഖാസമ ഫജറ, വല്ലതും സംസാരിക്കുമ്പോൾ, വാഗ്വാദത്തിലേർപ്പെടുമ്പോൾ അവർ അശ്ലീലം പറയും, അസഭ്യം പറയും, പുലഭ്യം പറയും, വൃത്തികേട് പറയും. അങ്ങനെ തർക്കത്തിലേർപ്പെടുമ്പോൾ അസഭ്യം പറയുന്നവൻ, പുളിച്ചത് പറയുന്നവൻ, അവൻ സാക്ഷാൽ മുനാഫിക്കാണ്, മുനാഫിക്കിൻ്റെ അടയാളമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മൻ യൽമനുലി മാ ബൈന ലിഹിയഹി വരിജ്ലൈഹി യൽമനു ലഹുൽ ജന്ന, തൻ്റെ നാവ്, തൻ്റെ ഗുഹ്യസ്ഥാനം, ഈ നാവും ലൈംഗികാവയവും ഇത് രണ്ടും ഒരാൾ എനിക്ക് വാക്കു തന്നാൽ അവന് ഞാൻ സ്വർഗം വാക്കു തരാമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി, ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ, ഒരു സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ, ഒരു മുസൽമാൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഇവൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും രക്ഷപ്പെടണം. അപ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസൽമാനാവുന്നത്. 2 ദിവസം മുമ്പ് ഒരു ഉസ്താദിനെ അസഭ്യം പറയുന്നതും കൈകൊണ്ട് പ്രയോഗിക്കുന്നതുമൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഇങ്ങനെ കൈകൊണ്ടും നാവ് കൊണ്ടുമൊക്കെ ഒരാളെ നാം ആക്രമിക്കുമ്പോൾ ഒരിക്കലും അതൊരു മുസ്ലിമിന് ഭൂഷണമല്ല എന്ന് നാം മനസ്സിലാക്കണം. മറ്റുള്ളവർ നമ്മുടെ നാട്ടിൽ നിന്നും കരങ്ങളിൽ നിന്നും സുരക്ഷിതരാകുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നാം സാക്ഷാൽ മുസൽമാനാകുന്നത്. ആയതുകൊണ്ട് ഒരാളെയും നാം നാവ് കൊണ്ട് ദ്രോഹിക്കാൻ പാടില്ല, അവരുടെ മനസ്സിന് മുറിവേൽപ്പിക്കാൻ പാടില്ല, കൈകൊണ്ട് ആക്രമിക്കാൻ പാടില്ല, ശരീരത്തിന് പോരലേൽപ്പിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.